ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഈ സ്നാക്കിന്. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് ലൂസായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൽ നിന്നും പകുതി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ടൊരു ചപ്പാത്തി പലകയിൽ വെച്ച് കൊടുത്തിട്ട് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് പരന്ന ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് പിന്നെ ത്രികോണ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചരിച്ച് ഇതുപോലെ മുകളിൽ താഴോട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്കിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കണ്ടോ, നല്ലൊരു ത്രികോണ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മളെടുത്ത അളവിൽ ഇത്രയും സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയോ അരിപ്പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തിക്കായിട്ടുള്ള ബാറ്ററാക്കി കലക്കിയെടുക്കണം. ഇപ്പം ഞാനിത് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തിന്നായിട്ടുള്ള സേമിയാണ്. നമ്മൾ കുനാഫൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി. ആദ്യം നമുക്കൊരു പീസ് എടുത്ത് മൈദയുടെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് പിന്നെ നമുക്ക് തിന്നായിട്ടുള്ള സേമിയയിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ സേമിയയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും സ്നാക്ക്. കുറേ കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ അധിക സമയം കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. 2 വശവും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.